ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വിഷയം ഹ്യൂമിക് ആസിഡിനെ പറ്റിയാണ്. നമുക്കെല്ലാം സുപരിചിതമായ ഒരു വാക്കാണ് ഇപ്പോൾ ഹ്യൂമിക് ആസിഡ് എന്ന് പറയുന്നത്. എന്നാൽ പലർക്കും അതിനെക്കുറിച്ച് കേട്ടുകേഴ്വിയില്ല. എന്നാൽ നമ്മുടെ കൃഷിയിൽ ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ച് നന്നായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു ആസിഡിനെ പറ്റിയാണ്. ആസിഡ് എന്ന് പറയുന്നത് നമ്മൾ തെറ്റിദ്ധരിക്കില്ല, അത് രാസവളം എന്ന കണക്കിലേക്ക് മാറുന്നതല്ല ഹ്യൂമിക് ആസിഡ് എന്ന് പറയുന്നത്. ഈ ഹ്യൂമിക് എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കരിയിലൊക്കെ അഴുകുന്നത് അതിൽ നിന്നുണ്ടാവുന്ന കെമിക്കലാണ് ഈ ഹ്യൂമസ് എന്ന് പറയുന്നത്. കെമിക്കലല്ല, അതിന് പറയുന്നത് ഹ്യൂമസ് എന്ന് പറയുന്ന ആ ഒരു വേർഡാണ്. അപ്പോൾ അങ്ങനെയുള്ള ഹ്യൂമസിൻ്റെ അതിനകത്തു നിന്നാണ് ഈ ഹ്യൂമിക് ആസിഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് ഹ്യൂമിക് ആസിഡിൻ്റെ പൊടി രൂപത്തിലുള്ളതാണ്. അതേപോലെ തന്നെ ഹ്യൂമിക്കിൻ്റെ ലിക്വിഡ് ഫോമിലുള്ളതുമുണ്ട്. ആദ്യമേ പറയട്ടെ, ഹ്യൂമിക് ആസിഡ് എന്ന് പറയുന്നത് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അതൊരു വളമാണെന്നാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചെടിക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള വളവും അതിന് കിട്ടുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറയും ഹ്യൂമിക് ആസിഡ് അല്പം കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ചെടിക്കുള്ള എല്ലാം ആയി എന്ന് പറയും. അത് വളരെ തെറ്റാണ്. ഹ്യൂമിക് ആസിഡ് ഒരു കാരണവശാലും ചെടികൾക്ക് യാതൊരു വളർച്ച വേഗത്തിലാക്കാൻ, അതായത് നമ്മൾ ഈ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം പോലെ ആ ഒരു മൈക്രോ ന്യൂട്രിയൻസിന് സമം നിൽക്കുന്ന ഒരു സാധനമല്ല ഈ ഹ്യൂമിക് ആസിഡ്. അപ്പോൾ എന്താണ് ഹ്യൂമിക് ആസിഡ്? നമ്മൾ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് തന്നെ ഉള്ള ഒരു പദാർത്ഥമാണ് ഈ ഹ്യൂമിക് ആസിഡ് എന്ന് പറയുന്നത്. കൃഷി ചെയ്യുമ്പോൾ ചെറിയ രീതിയിലുള്ള തൈകൾ ഒക്കെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ മാറ്റി നടും. ഇപ്പം ചീര, വഴുതന അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മാറ്റി നടുമ്പോൾ അപ്പോൾ ഇവയുടെ വേരിന് അധികം കരുത്ത് കാണത്തില്ല. അപ്പോൾ നമ്മൾ ഈ ഹ്യൂമിക് ആസിഡ് ഈ ചീര, വഴുതന മാത്രമല്ല, നമ്മുടെ ഏത് ഫലവൃക്ഷ തൈകളാണെങ്കിൽ പോലും നമ്മൾ മാറ്റി നടുമ്പോൾ തൊട്ട് ഇവയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളം തന്നെയാണ് ഈ ഹ്യൂമിക് എന്ന് പറയുന്നത്. വളം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, വളം എന്ന് പറയുന്നത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം അല്ല, ഇവ ഒരു ടോണിക്കാണ്. ഹ്യൂമിക്കിനെ ഞാൻ പറയുന്നത് ഒരു ടോണിക് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ടോണിക്ക് നമ്മൾ കൊടുത്താലുള്ള പ്രയോജനം എന്തെന്ന് പറഞ്ഞാൽ ഇവയിൽ ഈ ഹ്യൂമിക് ആസിഡിനകത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയോൺസ് ആയിട്ടാണ്. അപ്പോൾ അവ ചെയ്യുന്ന പരിപാടി ഈ വളം വലിച്ചെടുക്കാനുള്ള ഒരു ശേഷി നമ്മുടെ ഈ വിളകളുടെ വേരുകൾക്ക് നൽകുന്ന പ്രധാനപ്പെട്ട ജോലിയാണ് ഹ്യൂമിക്കിൻ്റെ ജോലി എന്ന് പറയുന്നത്. അതായത് ഇപ്പം അയോണുകളായിട്ടാണ് ഈ വളങ്ങൾ വേരുകൾ വലിച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അയോണിനെ പെട്ടെന്ന് തന്നെ ആഗിരണം ചെയ്യാൻ വേണ്ടി വളങ്ങളിലുള്ള നൈട്രജൻ, ഫോസ്ഫറസ് ആയിട്ടുള്ള മണ്ണിൽ കിടക്കുന്നതിനെ ആഗിരണം ചെയ്യാൻ വേണ്ടി ശേഷി നൽകുന്ന ഒരു പദാർത്ഥമാണ് ഈ ഹ്യൂമിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹ്യൂമിക് ആസിഡ് നമ്മുടെ ജൈവ രീതിയിലാണെങ്കിലും രാസരീതിയിലാണെങ്കിലും നമ്മുടെ മണ്ണിൽ സാധാരണ ഹ്യൂമിക് ഉണ്ട്. പക്ഷേ അതിൻ്റെ പ്രയോജനം കിട്ടണമെങ്കിൽ ഒരുപാട് കരിയിലകളും മറ്റുള്ള ഇതെല്ലാം അഴുകി പൊടിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ ഇത്തരത്തിലുള്ള ഹ്യൂമിക് എന്ന് പറഞ്ഞാൽ നമുക്ക് 1 കിലോയ്ക്ക് ഇപ്പം ഇത്തരത്തിലുള്ള പൊടിയൊക്കെ എന്ന് പറഞ്ഞാൽ 400 ആ റേഞ്ചിൽ അങ്ങോട്ടും വില കൂടുന്നുണ്ട്. പിന്നെ അതുപോലെ ലിക്വിഡ് ഫോമിലുണ്ട്. ലിക്വിഡ് ഫോമിലാകുമ്പോൾ 5 മില്ലി 1 ലിറ്റർ ആണ്. ഇത് സോളിഡ് ഫോമാണ്. സോളിഡ് ഫോം എന്ന് പറയുമ്പോൾ ഒരു 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലേക്കാണ് നമ്മൾ സാധാരണ ഒഴിച്ച് അതുപോലെ നമ്മൾ ഇതിന് ഈ ഹ്യൂമസ് കൊടുക്കുമ്പോൾ ഈ ഹ്യൂമിക് ആസിഡ് കൊടുക്കുന്നത് ഒരിക്കലും ഇവയുടെ ഇലകളിലല്ല. ഞാൻ പലതിനകത്തും പറഞ്ഞിട്ടുണ്ട്, രാസവളം സാധാരണ ചിലതിന് SOP ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഇലകളിൽ കൊടുക്കും. അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ SOP പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇലകളിലാണ് സാധാരണ കൊടുക്കുന്നത്. അപ്പം അതിന് പകരമായിട്ട് തന്നെ ഈ ഹ്യൂമസ് നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ ഇലകളിലല്ല, അതായത് പത്രപോഷണമല്ല നമ്മൾ നൽകുന്നത്, അതിൻ്റെ വേരുകളിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ വേരുകളിൽ കൊടുക്കുമ്പോൾ ഇവയ്ക്കൊരു നല്ല ഊർജ്ജം വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇവ പെട്ടെന്ന് തന്നെ വളങ്ങൾ നമ്മൾ കൊടുത്തത് വലിച്ചെടുക്കാനുള്ളൊരു ശേഷി കിട്ടും. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഹ്യൂമിക് ആസിഡ് ഉപയോഗിക്കുമ്പോൾ ആദ്യമേ ചെയ്യേണ്ടത് നമ്മൾ ആ കൊടുത്തിരിക്കുന്നത് എന്താണോ, ഏത് വിളയാണോ നമ്മൾ നട്ടത്, ഇപ്പം മാറ്റി നടുമ്പോൾ ഇതൊരു 2 ഗ്രാം ഏകദേശം ഈ ഒരു സ്പൂൺ എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ എടുക്കുവാണെങ്കിൽ 5 ഗ്രാം ആണ്. അപ്പോൾ നമ്മൾ ഒരു 2 ഗ്രാം ഇത്ര മതി. 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലേക്ക് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇട്ട് വയ്ക്കുക. ഇതിപ്പം വെള്ളത്തിൽ ഞാൻ ഇട്ട് കാണിക്കാം. ഇപ്പം ഒരു 2 ഗ്രാം ഏകദേശം എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിനകത്ത് വെള്ളത്തിൽ പെട്ടെന്ന് അലിയും. ഇത് ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും പെട്ടെന്ന് തന്നെ ലയിച്ച് ചേരുന്ന ഒരു കെമിക്കലായിട്ടാണ് ഈ ഒരു ഹ്യൂമിക്. എന്നുവെച്ചാൽ ഈ ഹ്യൂമിക് ആസിഡ് ഇതിനകത്ത് ഇതൊരു ചെറിയ എന്താണ് പറയുന്നത് ചെറിയ ഫില്ലറിനകത്ത് ഇത് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് നല്ല രീതിയിൽ പറ്റിപ്പിടിച്ചിരിക്കുകയാണ് ഈ ഒരു സാധനം. അപ്പോൾ അത് ഈ വെള്ളത്തിലേക്ക് ചെല്ലുമ്പോൾ തന്നെ പെട്ടെന്ന് നല്ല പോലെ കാർക്കും. ഇപ്പോൾ ഈ 2 ഗ്രാം ഇടുമ്പോൾ തന്നെ നന്നായിട്ട് വെള്ളത്തിലങ്ങ് ലയിക്കും.
അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചുവട് ഒരു ശകലം വെള്ളം ഒഴിച്ച് നനയ്ക്കുക. നനച്ച ആ ഈർപ്പം നിലനിർത്തിയിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ സമയം കൊടുക്കണം. അപ്പോൾ ഈ ചെടികൾ നമ്മൾ ഈ വെള്ളം കൊടുത്തത് പെട്ടെന്ന് വലിച്ചെടുക്കത്തില്ല. അപ്പോൾ നമ്മൾ കൊടുത്ത് ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ തന്നെയാണ് ഇവ വലിച്ചെടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലേക്ക് കലക്കി, ആ 1 ലിറ്റർ ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട, ശകലം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ വേരിന് ആ ഒരു കരുത്ത് കിട്ടും. പിന്നീട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇതിന് ശേഷം ഒരു 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വളം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ ഡ്രമ്മിലൊക്കെ നമ്മൾ മാവും പ്ലാവും പിന്നെ മറ്റുള്ള ഫലവൃക്ഷങ്ങളൊക്കെ വെക്കുന്നുണ്ട് ഡ്രമ്മിൽ. അതിനെപ്പറ്റി ഞാൻ ഉടനെ തന്നെ ഒരു വീഡിയോ ചെയ്യും. ഡ്രമ്മിലാണോ നമ്മൾ ഗ്രോ ബാഗിലും ആണോ ഏറ്റവും നന്നായിട്ട് മാവുകൾ, ഗ്രാഫ്റ്റ് മാവുകൾ വളരുന്നതിനെ പറ്റി. അപ്പം ആ രീതിയിൽ തന്നെ ഉള്ള കർഷകർ ഒരുപാടുണ്ട്. നമ്മൾ ടെറസിലൊക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ മാവുകളൊക്കെ വെക്കുന്നവരുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്കും ഈ വളം ചെയ്യുന്നതിന് മുമ്പ് ഈ ഹ്യൂമിക് ആസിഡ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വളർച്ച കിട്ടും. അതായത് പറയാൻ കാരണം നമ്മൾ വളം കൊടുക്കുന്നതിന് മുമ്പാണ് ചെയ്യേണ്ടത്. അല്ലാതെ വളം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇതിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വളം ഇടല്ല. ഇതൊരു ഇട്ടതിന് ശേഷം ഒരു 4-5 ദിവസം കൊടുക്കുക. 4-5 ദിവസത്തെ ഇനി ഒരു ഇടവേള കൊടുക്കുക. അതിനുശേഷം നമ്മൾ വളം ഇടുകയാണെങ്കിൽ ആ വേരിനെല്ലാം നല്ല കരുത്തായിരിക്കും. അപ്പം അങ്ങനെ കൊടുക്കുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള വളം പെട്ടെന്ന് തന്നെ ഇവ ആഗിരണം ചെയ്യും. അപ്പോൾ ഇതിപ്പം ഏകദേശം ഒരു 2 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ലയിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളതാണ് ഹ്യൂമിക് ആസിഡ്. അപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ഈ ചെടികൾക്കൊക്കെ ഇത് കൊടുക്കാമെങ്കിൽ നല്ല കരുത്തോടെ വളരും. അപ്പോൾ അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വിളകൾക്ക് നല്ല രീതിയിലുള്ള വളർച്ച നമുക്ക് കാണുവാൻ കഴിയും. കൂടാതെ തന്നെ നമ്മൾ വളം കൊടുക്കുന്നതെല്ലാം ആ വിളകൾക്ക് ലഭിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ ഈ പറയുന്നത് നമ്മൾ ഏത് വളം കൊടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നൈട്രജൻ ആണെങ്കിലും ഫോസ്ഫറസ് ആണെങ്കിലും പൊട്ടാസ്യം ആണെങ്കിലും നമ്മുടെ ഒരു കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വാരിക്കോരിയിടുന്ന ഒരു സ്വഭാവമുണ്ട്. നമ്മൾ പെട്ടെന്ന് വളരട്ടെന്ന് വെച്ച് വാരിക്കോരിയിടും. ഇപ്പോൾ ഇത് 2 ഗ്രാം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു അക്യുറേറ്റ് വാല്യൂ ആണ് ഈ 2 ഗ്രാം എന്ന് പറയുന്നത്. ഇപ്പോൾ അതിന് പകരം 5 ഗ്രാം ഒന്നും ഇടേണ്ട ആവശ്യമില്ല, വെറും 2 ഗ്രാം മാത്രം മതി. ഒരുപാട് വാരി ഒഴിച്ച് ഇടണ്ടില്ല. ഇപ്പോൾ ഈ ചീരത്തേക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഗ്രാം തന്നെ വേണ്ട, ഒരു ശകലം മതി. ചെറിയ തൈകളായിട്ട് നമ്മൾ മാറ്റി വെക്കുമ്പോൾ തന്നെ അതിന് കൊടുത്തു കഴിഞ്ഞാൽ അവയുടെ ആ ക്ഷീണം പെട്ടെന്ന് തന്നെ മാറി കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ പോട്ടറയ്ക്കകത്തൊക്കെ നമ്മൾ നട്ട തൈകൾ പിഴുത് മാറ്റി വെക്കുമ്പോൾ ഈ ചെറിയ രീതിയിൽ ഇത് 2 ഗ്രാം വെള്ളത്തിൽ കലക്കി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താലുണ്ടല്ലോ, പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് അവയ്ക്കുള്ള ആ ക്ഷീണം പെട്ടെന്ന് തന്നെ മാറും. പിന്നീട് നമ്മൾ വളം കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവ വലിച്ചെടുക്കുകയും ചെയ്യും. ഹ്യൂമിക് ആസിഡ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 1 ലിറ്റർ വെള്ളം, 1 ലിറ്റർ വെള്ളം അളന്നെടുത്ത് വെച്ചിരിക്കുകയാണ്. ആ പാത്രത്തിലേക്ക് ഇതൊരു 5 ഗ്രാം കൊള്ളുന്ന ഒരു സ്പൂണാണ്. അപ്പോൾ അതിനെ ചെയ്യേണ്ടത് ഇത്ര മതി, ഏകദേശം 2 ഗ്രാമോളം ഉണ്ട്. അപ്പോൾ അത് നമ്മളിപ്പോൾ കാണിക്കാം. ഇതിപ്പോൾ ഇതിനകത്തേക്ക് ഇടുകയാണ്. ഇതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് കലക്കുമ്പോൾ കണ്ടോ, ഏതാണ്ട് കണ്ടോ അതിൻ്റെ കളർ മാറുന്നുണ്ടോ, ചെറിയ രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കണ്ടോ, അപ്പോൾ തന്നെ അതിൻ്റെ കളർ കണ്ടോ. അത് നല്ലപോലെ ഇത് നല്ല കമ്പനിയുടെ ഹ്യൂമിക് ആസിഡാണ്. നമുക്ക് ഈ വിപണിയിൽ കിട്ടുന്ന ഒത്തിരി ഫ്രോഡുകളും ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമിക് എന്നൊക്കെ പേര് വരും. അപ്പോൾ അത് നോക്കി വേണം നിങ്ങൾ വാങ്ങിക്കാൻ. അപ്പം ഈ ഒരു ഹ്യൂമിക് ആസിഡ് ആണ്, ഇത്തരത്തിലുള്ള ഹ്യൂമിക് ആസിഡാണ് സാധാരണ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് കണ്ടില്ല അതിൻ്റെ കളർ കണ്ടോ, വെറും 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലിട്ടപ്പോൾ നല്ല ഈ കടുങ്കാപ്പി പോലെയായി കണ്ടോ. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫില്ലേഴ്സ് തീരെ കുറവാണ്. ഇതിൽ ഏകദേശം 98% ഹ്യൂമിക് ആസിഡാണ് ഇതിൽ പറയുന്നത്. 98% ആണ് ഈ കമ്പനിയുടെ വാഗ്ദാനം. അപ്പം അത്തരത്തിലുള്ള ഹ്യൂമിക് ഇത് നല്ലപോലെ ഏകദേശം നന്നായിട്ടായി. അപ്പോൾ ഇതിലൊരു നമുക്ക് ചെറിയൊരു കപ്പ്, ഇതൊരു 1 ലിറ്റർ ഉണ്ട്. അപ്പം ഒരു ചെറിയ കപ്പ് നമ്മളെ വിളകൾക്ക് മാറ്റി നടുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അവയുടെ ക്ഷീണം മാറുകയും അതുപോലെ തന്നെ അവയ്ക്ക് പെട്ടെന്ന് തന്നെ ഒരു ഊർജം കിട്ടുകയാണ്. പിന്നീട് നമ്മൾ കൊടുക്കുന്ന വളം എല്ലാം വലിച്ചെടുക്കാൻ ഇവയ്ക്ക് സഹായിക്കുകയും ചെയ്യും. അപ്പം നമ്മൾ കൃഷിയിൽ ഏറ്റവും അത്യാവശ്യം, അതായത് ഇത് ഇങ്ങനെ കൊടുക്കുകയെന്ന് വെച്ചാൽ ഒരു 15 ദിവസം ഇടവേളകളിൽ കൊടുത്താൽ മതി. നമ്മൾ ഏത് വിളകൾക്കും, ഞാൻ പറഞ്ഞു മാറ്റി വെക്കുന്ന സമയത്ത് മാത്രമല്ല, നമ്മൾക്ക് എല്ലാ ചെടികൾക്കും അതേപോലെ ഫലവൃക്ഷ തൈകൾക്കും ഇവ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ 2 ഗ്രാം എന്ന് പറയുന്നത് ഇപ്പോൾ ഇച്ചിരി കൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വലിയ ഫലവൃക്ഷ തൈകൾക്കൊക്കെ 5 ഗ്രാം കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. 2 ഗ്രാമാണ് അവർ പറയുന്നത്. അപ്പോൾ വലിയ വിളകൾക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാവ്, പ്ലാവ് അങ്ങനെയുള്ള ഇതിൻ്റെ ഈ വിയറ്റ്നാം സൂപ്പർ എയർലി അങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ തൊടിയിൽ നട്ടിട്ടുണ്ടെങ്കിൽ അവയ്ക്കൊക്കെ ഇച്ചിരി കൂടുതൽ കൊടുക്കുന്നതിൽ കുഴപ്പമില്ല.
അപ്പോൾ എന്നിരുന്നാലും നമ്മുടെ പച്ചക്കറികൾക്ക് കൊടുക്കുമ്പോൾ എപ്പോഴും ആദ്യം നനവ് കൊടുക്കുക, ഒരു അരമണിക്കൂർ ശേഷം മാത്രം ഇവ ഒരു ചെറിയ കപ്പ് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 15 ദിവസം ഇടവേളയിൽ കൊടുക്കുക. അപ്പോൾ 15 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 5 ദിവസം കഴിയുമ്പോഴത്തെ ഗ്യാപ്പിൽ, അതായത് ഇപ്പോൾ ഒരു മാസത്തിലെ 1ാമത്തെ ദിവസമാണ് നിങ്ങൾ ഹ്യൂമിക് കൊടുക്കുന്നതെങ്കിൽ 5ാമത്തെ ദിവസം നിങ്ങൾ വളം ഏതാണ് വെച്ച് കൊടുക്കുക. പിന്നെ ഒരു 10 ദിവസം ഇടവേളയിലേക്ക് പിന്നെ അടുത്ത ഹ്യൂമിക് കൊടുക്കുക. പിന്നെ 5 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വളം കൊടുക്കുക. അപ്പം വളം കൊടുക്കുന്ന രീതിയിലാണെങ്കിൽ തന്നെ ഇത് ചുവട്ടിലാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഫോളിയർ സ്പ്രേ ഉണ്ടെങ്കിൽ അത് ബാധകമല്ല. ഈ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതും ഇലകളിൽ കൊടുക്കുന്നതിനും ഇൻ്റർവെല്ല് നമുക്ക് നിശ്ചയിക്കാം. അതായത് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഏകദേശം 10 ദിവസം ആണെങ്കിൽ തന്നെ മറ്റേതിന് അത്രയും 10-15 ദിവസം ഇടവേളയിൽ തന്നെ കൊടുത്താൽ മതി. ഇപ്പോൾ ഈ ഹ്യൂമിക് ആസിഡ് ആണെങ്കിൽ തന്നെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിനുശേഷം പിറ്റേ ദിവസം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിഷ് അമിനോ ആസിഡ് വേണേൽ ഇലകളിൽ കൊടുക്കാം. അപ്പം നമുക്ക് ഒറ്റ അടിക്ക് തന്നെ 2 പരിപാടി, അതായത് ചിലർക്കാണെങ്കിൽ ഒറ്റ ദിവസത്തിൽ തന്നെ എല്ലാം തീർക്കണമെന്ന് കാണും. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൃഷിക്ക് അത്ര കണ്ട് നമുക്ക് വിളവ് കിട്ടത്തില്ല. നമ്മളെല്ലാത്തിനും ഒരു നിശ്ചിത അളവിൽ കൂടുതൽ ദിവസം എടുത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ വിളകൾക്ക് നല്ല രീതിയിലുള്ള നമുക്ക് വിളവെടുപ്പ് നടത്താൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഹ്യൂമിക് ആസിഡിനെ പറ്റിയുള്ളത്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ നന്നായിട്ട് വാങ്ങിച്ച് നിങ്ങൾ ഉപയോഗിച്ച് നോക്കണം, നല്ല റിസൾട്ടാണ്. അപ്പം ഈ ഒരു ചാനൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.